ഐഷുക്കുട്ടാ, നല്ല വൃത്തിയായിട്ട് എഴുതണേ. ആഹാ, അച്ഛന്റെ അസുഖം മകൾക്കും പകർന്നോ? അതോ അച്ഛൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മകൾ അച്ഛന്റെ പഞ്ചാംഗത്തിന് കൂട്ടുകൊടുത്താണോ? ഞാൻ ജയേട്ടന്റെ സമയം എങ്ങനെയുണ്ടെന്ന് നോക്കുമായിരുന്നു. അവന്റെ സമയം നീ എന്തിനാ പഞ്ചാംഗത്തിൽ നോക്കുന്നത്? എന്നോട് ചോദിച്ചാ ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഭാര്യാഗ്രഹത്തിൽ നിന്ന് സമ്പത്ത് വന്നു ചേരുമെന്നായിരിക്കും. അതിനെ രാജുവിന്റെ വാരഫലത്തിലുള്ളത് നടക്കണം. അവന്റെ വാരഫലത്തിൽ എന്താ ഉള്ളത്? സമ്പത്തും ഐശ്വര്യമുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹാലോചന വരുമെന്ന് അവന്റെ വാരഫലത്തിലുണ്ടമ്മേ. എനിക്ക് ഉറപ്പാ അവന്റെ ഐശ്വര്യത്തിന്റെ ദേവത രമ്യ തന്നെയായിരിക്കും. അത് രമ്യല്ല, ഏതോ കൊട്ടാരത്തിലെ രാജകുമാരി ആയിരിക്കും എന്നല്ലേ നിന്റെ അച്ഛൻ പറയാറുള്ളത്. അവന്റെ ജീവിതത്തിലെ രാജകുമാരി ആരാണെങ്കിലും വരേണ്ട സമയത്ത് അവന്റെ രാജകുമാരി കൃത്യമായിട്ട് വരും. രാധമ്മേ, കണ്ടോമ്മേ, ഞാൻ പറഞ്ഞില്ലേ ആ രാജകുമാരി രമ്യ തന്നെയാ. എന്താ പ്രിയച്ചി അമ്മയോട് പറയുന്നേ? അത് ഞാൻ അമ്മയോടൊരു രഹസ്യം പറഞ്ഞതാ. അതെ, ക്ഷേത്രത്തിൽ നിന്ന് നേരെ ഏത് വീട്ടിലേക്ക് പോകുന്നോ ആ വീട്ടിലായിരിക്കും ക്ഷേത്രത്തിൽ പോയതിന്റെ ഐശ്വര്യം ലഭിക്കാന്ന് നിനക്കറിയില്ലേ രമ്യ? അറിയാം. ഐശ്വര്യം ഈ വീട്ടിലേക്ക് നൽകാൻ തന്നെയാ ഞാനിവിടേക്ക് വന്നെന്ന് കരുതിക്കോ. ദേ, ആദ്യ പ്രസാദം വാങ്ങ് ഐശു. ഭഗവാനേ, രാധമ്മേ, ഞാൻ ഇത് രാധമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. ആഹാ, കരിമണിമാല. എനിക്കൊന്നും വാങ്ങിയില്ലേ രമ്യേ? ഉണ്ടല്ലോ, ചേച്ചിക്കും ശ്രീക്കും ഐശ്വര്യനുള്ളതും ഉണ്ട്. ദാമേ, എല്ലാവർക്കും കൊടുക്ക്. നിന്നോടുള്ള കടപ്പാടുകൾ ഓരോ ദിവസം കഴിയുന്തോറും കൂടുവാണല്ലോ രമ്യ. ഇതിനൊക്കെ നിനക്ക് ഞങ്ങൾ എന്താ പകരമായിട്ട് തരിക? എനിക്കെന്താ വേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്റെ ആഗ്രഹം സഫലമായ പിന്നെന്നും പ്രിയേച്ചിയെ സമ്മാനങ്ങൾ കൊണ്ട് മൂടും. ആണോ? പ്രോമിസ്. വേണോങ്കില് വിളിച്ചായിരുന്നു രാധമ്മേ? വിളിച്ചിരുന്നു. വിളിക്കുമ്പോഴേ എന്റെ അന്വേഷണം പറയാൻ മറക്കല്ലേ. അല്ല, ശ്രീ എവിടെ? അവള് രാജുവിന്റെ മുറിയിലുണ്ട്. ഞാൻ അവളൊന്ന് പോയി കാണട്ടെ. ശ്രീ, അല്ല രാജു എവിടെ? ചേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. പാവം രാജു, രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആ മന്ത്രിക്ക് വേണ്ടി ജോലി ചെയ്യാം. ശ്രീ, ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴി ഞാൻ ഇവിടെ എല്ലാവർക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിയായിരുന്നു. നിനക്കുള്ള നെയിൽ പോളിഷേ ഞാൻ രാധമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നീ മേടിച്ചേക്കണേ. അയ്യോ, രാജു ഇപ്പോഴും ഈ പില്ലോയും ബെഡ്ഷീറ്റും തന്നെയാണോ ഉപയോഗിക്കുന്നത്? അതെ. ഇവിടുത്തെ കർട്ടൻസ് ഒന്നും കാണാൻ ഒരു ഭംഗിയില്ല. ആണോ? അതേന്നേ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞാലും ഞാൻ ഇതൊക്കെ തന്നെ വേണ്ടേ ഉപയോഗിക്കാൻ? ഈ റൂമേ മൊത്തത്തിലൊന്ന് മാറ്റണം. മുഴുവനായും റീഫർണിഷ് ചെയ്ത് പുതിയ ബെഡും കർട്ടനും ഒക്കെ ഇട്ട് അടിപൊളിയാക്കണം. അതിനൊക്കെ ഒരുപാട് പണമാവില്ലേ? മണി ഈസ് നോട്ട് എ പ്രോബ്ലം. പണം ആവശ്യത്തിലേറെ എന്റെ അച്ഛന്റെ അക്കൗണ്ടിലുണ്ടല്ലോ. ആ, രാജു വന്നെന്നാ തോന്നുന്നേ. എന്താടാ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ലമ്മേ. നിനക്ക് പനിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇത് എന്തു പറ്റി? അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് വെറുതെ തോന്നുക.
നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പറയണ്ട. ആ, അമ്മേ. നിന്റെ മുഖത്തൊരു പ്രസാദം ഇല്ലാത്തതിന്റെ പിന്നില് എന്തോ കാരണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ മുഖം ഒന്ന് മാറിയാ എനിക്കറിയാം. എന്തു പറ്റി രാധമ്മേ? അറിയില്ല മോളെ, ഇവന്റെ മുഖം വല്ലാതിരിക്കുക. ചോദിച്ചിട്ടാണേ എന്താന്നോട്ട് പറയുന്നുമില്ല. അതെന്താന്ന് എനിക്കറിയാം. അതെങ്ങനെ നിനക്കറിയാം? അതൊക്കെ നിസാരമല്ലേ. ആ മന്ത്രിയുടെ വീട്ടുകാരെങ്കിലും രാജുവിന് വിഷമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചു കാണും. എന്റെ പൊന്ന് രാജു, ഞാൻ എത്ര തവണ പറഞ്ഞതാ അവരുടെ വീട്ടിലെ ജോലി മതിയാക്കാൻ. എത്ര പറഞ്ഞാലും രാജുവിന് എന്താ മനസ്സിലാവാത്തെ? രാജുവിന് എന്റെ അച്ഛന്റെ ചിട്ടി കമ്പനി ബിസിനസ് ഒക്കെ പോരെ? എന്തിനേ വേണ്ടാത്ത കഷ്ടപ്പാട്? അവളുടെ അച്ഛന്റെ ഒരു ചിട്ടി കമ്പനി. എന്റെ രാധമ്മേ, രാധമ്മയെങ്കിലും രാജുവിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ആ ഏട്ടാ, എന്താ മുഖം വല്ലാതിരിക്കുന്ന? ശ്രീ, എനിക്കല്പം സമാധാനം വേണം. അയ്യോ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. നീ ആ രമ്യയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് വീട്ടിലേക്ക് വിട്. നിനക്കറിയാലോ, എനിക്കൊരു 1000 തലവേദനയുണ്ട്. ഇപ്പൊ അതിൽ ഏറ്റവും വലിയ തലവേദന അവളാ. ഇത്രയുള്ള കാര്യം. അവളെ പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ ഏറ്റു. ചേട്ടൻ കുറച്ചുനേരം റെസ്റ്റ് എടുക്ക്. ഉം. ഉം. മന്ത്രിയുടെ കൂടെയുള്ള ജോലിന്ന് രാജുവിനെ പിന്തിരിപ്പിക്കാൻ എന്താ രാധമ്മ ഒരു വഴി? ആ, എനിക്കറിയില്ല. ഞാനേ എന്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അമ്മയെ കൊണ്ട് രാജുവിനോടൊന്ന് സംസാരിപ്പിക്കട്ടെ. ഒരു തവണ രമ്യയുടെ അച്ഛനെ കൊണ്ട് സംസാരിപ്പിച്ചതല്ലേ? എന്നിട്ട് എന്തുണ്ടായി? എന്റെ അച്ഛനെക്കാളും പവർഫുൾ അല്ലേ അമ്മ? അമ്മ പറഞ്ഞ ചിലപ്പോ രാജു അനുസരിക്കുമായിരിക്കും. സാക്ഷാൽ ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാലും ഈ കാര്യത്തില് രാജുവിന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രമ്യ, ആ, നിന്നെ നിന്റെ അമ്മ വിളിക്കുന്നുണ്ട്. ആണോ? ആ, എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. അത് ഞാൻ ജനലിന്റെ ഭാഗത്ത് നിന്നില്ലേ, അപ്പൊ കേട്ടതാ. ഒരുപാട് നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. ആണല്ലേ? ആ, രാധമ്മേ, എങ്കി ഞാൻ ഇറങ്ങാണേ. ആ. ഏട്ടാ, രമ്യ പോയി ഏട്ടോ. അപ്പൊ രുക്മിണി അവളെ വിളിച്ചില്ലായിരുന്നോ? ഇല്ല, ഏട്ടൻ പറഞ്ഞിട്ടേ ഞാനൊരു നമ്പർ ഇട്ടതാ. എന്താ ശ്രീ ഇത്? ആ കുട്ടി ഒരു പാവല്ലേ? ആ, പിന്നെ പാവം. അവളെ കാണുമ്പോഴേ എനിക്ക് ഈ ചീവീടിനെ ഓർമ്മ വരുന്നത്. ഒരു കാര്യമില്ലാതെ വെറുതെ നിന്ന് ചെലച്ചോണ്ടിരിക്കും. ഇപ്പൊ നിന്റെ വിഷമമൊക്കെ പോയോ? അപ്പോ രമ്യ ഇവിടെ ഉള്ളതായിരുന്നു നിന്റെ വല്ലായ്മയ്ക്ക് കാരണം അല്ലേ? അത് വിടമേ, ഞാൻ അമ്മയോട് ഒരു കാര്യം പറയാൻ മറന്നു. എന്താടാ? നാളെ മുതല് ഋതിക മാഡം ഇങ്ങോട്ട് വരും. ആ കുട്ടി എന്തിനാ ഇവിടേക്ക് വരുന്നത്? ഋതിക മാഡം ഫെയിലായ സബ്ജക്ട് എഴുതിയെടുക്കാൻ വർമ്മ സാറ് സമ്മതിച്ചു. മാഡത്തിന് ട്യൂഷൻ എടുത്തു കൊടുത്ത് എക്സാം എഴുതിച്ച് ജയിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് നാളെ മുതൽ ഋതിക മാഡം എന്നും ഇവിടേക്ക് വരും. അവിടെ കൊട്ടാരം പോലത്തെ ഒരു വീടും അത്രയും സൗകര്യങ്ങളുണ്ടായിട്ടും ആ കുട്ടിയെ സൗകര്യങ്ങൾ തീരെയില്ലാത്ത നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ശരിയാണോ മോനെ? മനസ്സിന്റെ തൃപ്തിയല്ലമേ ഏറ്റവും വലുത്. മാഡത്തിന് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാൻ നമ്മുടെ ഈ ചെറിയ വീടാണ് ഉചിതം. എന്നാലും അത് ശരിയാവോടാ? വർമ്മസാറിന്റെ ഔട്ട് ഹൗസിലോ മറ്റെവിടേക്കെങ്കിലും പോകുന്നതല്ലേ നല്ലത്? ഋതിക മാഡം
ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ മാഡത്തിന്റെ സന്തോഷം അമ്മ കണ്ടതല്ലേ? നമ്മുടെ വീട്ടിലേക്ക് മാഡം വന്ന മാഡത്തിനത് സന്തോഷവും സമാധാനവും ഉണ്ടാവും. സമാധാനമുള്ള മനസ്സിലേക്ക് പഠിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ പതിയും. ആ അതൊന്നും എനിക്കറിയില്ല. രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. ആ കുട്ടി ഇങ്ങോട്ട് വരുന്നതല്ലേ. എന്നാ പിന്നെ നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. ശരി അമ്മ. എഴുത്. അച്ഛാ, എക്സാം എഴുതാൻ എന്നെ അനുവദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇന്നു മുതൽ ഞാൻ രാജുവിന്റെ വീട്ടില് ട്യൂഷന് പോവാ. ഞാൻ ഈ പരീക്ഷയിൽ ജയിച്ച് അച്ഛന് ഞാൻ കാരണം ഉണ്ടായ നാണക്കേട് മാറ്റും. ഇന്നു മുതൽ ഇന്നും നല്ലത് മാത്രം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അച്ഛന്റെ അനുഗ്രഹം എനിക്ക് വേണം. എന്നെ അനുഗ്രഹിക്കണേ അച്ഛാ. ഇതുകൂടെ കുടിച്ചിട്ട് പോയാ മതി. എനിക്ക് വേണ്ട അമ്മ. ഇല്ല അപ്പോ, വെറുതെ വാശി പിടിക്കണ്ട. ദാ ഈ ജ്യൂസ് മുഴുവൻ കുടിച്ചിട്ട് നീ പോയാ മതി. ആ ഋതു, മോളിരിക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അയ്യോ വേണ്ട ചെറിയമ്മ. ഞാനിന്ന് അതിരാവിലെ ഉണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. ഇന്ന് രാജുവിന്റെ വീട്ടില് എക്സാമിനായിട്ടുള്ള ട്യൂഷൻ തുടങ്ങുക. ഓ, എനിക്ക് ഇറങ്ങാൻ സമയായി. അല്ല, എന്നിട്ട് രാജു എവിടെ മോളെ? രാജു എത്തിയിട്ടുണ്ടാവും. പുറത്ത് എന്നെ കാത്ത് നിൽക്കുന്നുണ്ടാവും. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ചെറിയമ്മേ. ആ ശരി മോളെ. ഓൾ ദി ബെസ്റ്റ് ചേച്ചി. ഇത്തവണ പഠിച്ച് നല്ല മാർക്കോടെ പാസ്സാവണം. ഉറപ്പായും ജയിക്കും. ബൈ. ശരി ചെറിയ. ബൈ. നിൽക്ക്. ആരാ? എന്ത് വേണം? എന്റെ പേര് ധന്യ എന്നാണ്. ഞാൻ കലാനഗറിലാണ് താമസിക്കുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് മന്ത്രി വർമ്മ സാറിനെ ഒന്ന് കാണണമല്ലോ. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ നിങ്ങളെ അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല. അങ്ങനെ പറയരുത് സർ. പ്ലീസ് സർ, പ്ലീസ്. ഈ രാജു എന്താ ഇത്ര സമയമായിട്ട് വരാത്ത? പറ്റില്ല. അപ്പോയിന്റ്മെന്റ് വേണം. എന്താ ഇവിടെ പ്രശ്നം? മാഡം, ഇവർക്ക് വർമ്മ സാറിനെ കാണണമെന്ന് പറയുന്നു. പക്ഷെ അപ്പോയിന്റ്മെന്റ് ഇല്ല മാഡം. മാഡം, എന്നെ ഒന്ന് സഹായിക്കണം മാഡം. വളരെ വലിയൊരു പ്രശ്നത്തിലാണ് എന്റെ കുടുംബം. വർമ്മ സാറിന് മാത്രമേ ഞങ്ങളെ ഇപ്പൊ സഹായിക്കാൻ കഴിയൂ. അല്പം ദയവ് കാണിക്കണം മാഡം. പ്ലീസ് മാഡം, പ്ലീസ്. അയ്യോ പാവം, ഈ കുട്ടിക്ക് ശരിക്കും എന്തോ വലിയ പ്രശ്നമുണ്ട്. ഒന്ന് സഹായിക്കും മാഡം, പ്ലീസ്. ആ കുട്ടി അകത്തേക്ക് കയറ്റി വിടൂ. മാഡം, അത് ഞാനല്ലേ പറയുന്നേ, അകത്തേക്ക് കയറ്റി വിടൂ. ശരി മാഡം. ചെന്നോളൂ. മാഡം, എന്നെ ഒന്ന് സഹായിക്കണം മാഡം, പ്ലീസ് മാഡം. അയ്യോ എന്താ ഇത്? അയ്യോ എന്താ ഇത്? കരച്ചില് നിർത്തിക്കേ. രക്ഷിക്കണം മാഡം. എന്താ കാര്യം പറയൂ കുട്ടി. എന്താ ഇത്? എന്താ കാര്യം പറയാതെ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ? എന്റെ പേര് ധന്യ എന്നാണ് മാഡം. എനിക്ക് സ്വന്തം ഒന്ന് പറയാൻ എന്റെ അച്ഛനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ. എന്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചു പോയതാ. അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുക. അച്ഛനും വലിയൊരു ഓപ്പറേഷൻ നടത്തിയാലേ അച്ഛന് ജീവൻ രക്ഷിക്കാനാവും. അതിനുള്ള പണത്തിന് വേണ്ടി ഇന്നലെ മുതലേ ഞാൻ ഓടി നടക്കുക. ഇനി 1 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. എത്ര രൂപയെ കുട്ടിക്ക് വേണ്ടേ? 20 ലക്ഷം. അയ്യോ 20 ലക്ഷം? കുറച്ച് പണമായിരുന്നെങ്കിൽ ഞാൻ തന്നെ സഹായിക്കായിരുന്നു. 20 ലക്ഷം വളരെ വലിയ തുകയല്ലേ? എനിക്ക് പണമായിട്ട് തരണ്ട മാഡം.
ഈ പേപ്പറിൽ മന്ത്രി വർമ്മ സാറിന്റെ ഒരു ഒപ്പ് കിട്ടിയ മന്ത്രിയുടെ സഹായനിധിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് പണം ക്രെഡിറ്റ് ആവും. മാഡം, എനിക്ക് വർമ്മ സാറിന്റെ ഒരു ഒപ്പ് മേടിച്ച് തന്നാ മതി. അച്ഛന്റെ ഒപ്പ് ഞാനെങ്ങനെ ചോദിച്ചു വാങ്ങും? മാഡം, വർമ്മ സാറിന്റെ മകളാണോ? മാഡം, ഇതൊന്ന് വായിച്ചു നോക്കണം. എന്റെ അവസ്ഥ മാഡം ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങള് തീരെ പാവങ്ങളാ. അച്ഛന്റെ ജീവൻ രക്ഷിക്കാനുള്ള അവസാനത്തെ വഴിയായത്. മന്ത്രിയുടെ മകളല്ലേ മാഡം? മാഡം പറഞ്ഞ മന്ത്രി കേൾക്കാതിരിക്കില്ല. മാഡത്തിന്റെ ഒരു വാക്കില, മാഡത്തിന്റെ കയ്യില ഇപ്പൊ എന്റെ അച്ഛന്റെ ജീവൻ. എന്നെ കൈവിടരുത് മാഡം. ഈ കുട്ടി നുണ പറഞ്ഞതല്ല, സത്യമാണ്. അല്ലെങ്കിലും സ്വന്തം അച്ഛന്റെ ജീവൻ വെച്ച് ആരെങ്കിലും തട്ടിപ്പ് നടത്തോ? ഈ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ ഇവളെ സഹായിക്കണം. കുട്ടി പേടിക്കണ്ട, കുട്ടിയുടെ അച്ഛന് ഒന്നും സംഭവിക്കില്ല. ഒപ്പ് ഞാൻ വാങ്ങിച്ചു തരാം. സത്യമാണോ മാഡം? കുട്ടി ഇവിടെ നിൽക്ക്, ഞാൻ അച്ഛന്റെ ഒപ്പുമായിട്ട് വരാം. കുട്ടിക്ക് കുടിക്കാൻ വെള്ളം വേണോ? വേണ്ട മാഡം, എനിക്ക് എത്രയും പെട്ടെന്ന് മന്ത്രിയുടെ ഒരു ഒപ്പ് കിട്ടിയാ മതി. ധൈര്യമായിട്ടിരിക്കെ, ഞാനിപ്പോ വരാം. എന്നെ ദേഷ്യം പിടിപ്പിക്കാനായി മനഃപൂർവ്വം നീ ചെയ്തതാണോ ഇതെല്ലാം? എന്റെ വീട്ടിൽ ചില കാര്യങ്ങൾ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഒരിക്കലെങ്കിലും ആരെങ്കിലും എന്റെ ഓർമ്മകളെ കുത്തി മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവരുടെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും. അച്ഛന്റെ മുറിയിലേക്ക് കയറാൻ ധൈര്യം വരുന്നില്ല. അച്ഛൻ ദേഷ്യപ്പെടും, ഉറപ്പാ. അച്ഛന്റെ സിഗ്നേച്ചർ വാങ്ങിച്ചു കൊടുക്കാന്ന് ആ കുട്ടിക്ക് വാക്കും കൊടുത്തുപോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ദിവ്യേ, എന്താ മാഡം? അച്ഛനകത്തുണ്ടോ? ഇല്ല മാഡം, വർമ്മ സാർ രാവിലെ തന്നെ എവിടേക്കോ പോയല്ലോ. ഓഫീസിലേക്കാ പോയെന്ന് തോന്നുന്നു. ശരി, നീ പൊയ്ക്കോ. ശരി. അച്ഛനെ തിരക്കി ഓഫീസിൽ ചെന്നാ അച്ഛനെ ഓഫീസിലില്ലെങ്കിൽ അത് ശരിയാവില്ല. ആ കുട്ടിക്ക് വേഗം അച്ഛന്റെ സിഗ്നേച്ചർ വേണമെന്നല്ലേ പറഞ്ഞത്? അച്ഛന്റെ സിഗ്നേച്ചർ നൽകാൻ താമസിപ്പിച്ച അത് ധന്യയുടെ അച്ഛന്റെ ജീവൻ ആപത്താ. എന്റെ അച്ഛൻ കാരണം ഒരാളുടെ ജീവിതം ആപത്തിലാവാൻ പാടില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ, അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവളുടെ അച്ഛന്റെ ജീവൻ രക്ഷിക്കണം ഞാനത് ചെയ്യുന്നു. എന്റെ സ്ഥാനത്ത് അച്ഛനായിരുന്നെങ്കിലും ആ കുട്ടിയുടെ വിഷമം കേട്ടാ ഇതേ ചെയ്യുമായിരുന്നുള്ളൂ. ഇവളെന്താ ഈ റൂമില്? കുട്ടി പറഞ്ഞതുപോലെ അച്ഛൻ ഈ പേപ്പറിൽ സൈൻ ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം ഹോസ്പിറ്റലിലെത്തി ഈ പേപ്പർ സബ്മിറ്റ് ചെയ്തോളൂ.
കുട്ടിയുടെ അച്ഛന് ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. നന്ദിയുണ്ട് മേഡം, ഒരുപാട് നന്ദിയുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ശരി. അയ്യോ, എന്റെ ബാഗ് ഞാൻ അച്ഛന്റെ റൂമിൽ വെച്ച് മറന്നു. എത്രയും വേഗം ബാഗ് അച്ഛന്റെ റൂമിൽ നിന്ന് എടുക്കണം. ഞാൻ പറയുന്നൊക്കെ അനുസരിച്ച് നീ ഇവിടെ നിന്നാ നിന്നെ ഞാൻ എന്റെ റാണിയെ പോലെ നോക്കും. വിട്, വിടാൻ. ഇനി നിനക്ക് അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ ഇവിടത്തെ നിന്റെ ജോലി ഞാനങ്ങ് അവസാനിപ്പിക്കും. വിട്. പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് നിന്നോണം.